എന്തോ ഇത് തിളങ്ങുന്നല്ല ഇങ്ങനെ. ഹെയർ ബാൻഡ്. ഇത് ഞാൻ അണ്ണാരക്കണ്ണാന്റെ ഡ്രസ്സിനിട്ട ഹെയർ ബാൻഡ്. ശരിയാ ശരിയാ. റിമിയാന്റെ അല്ലേ? പോലൊരു ആന്റിയാ. അപ്പോ ഞാനൊരു പേരിട്ടിക്കേ, റിമൂവ് ആന്റി. അത് വേണ്ട മോളെ. എനിക്ക് അങ്ങനെ ഒരു പേരുണ്ട് കേട്ടോ, റിമ്മു. പക്ഷെ എന്നെ ആകെ വിളിച്ച ലച്ചിക്കുട്ടിയാ. അതുകൊണ്ട് എനിക്ക് ലച്ചിക്കുട്ടിനെയാണ് ഇപ്പൊ ഇഷ്ടം, ഏറ്റവും ഇഷ്ടം. പക്ഷെ റിമൂവ് ആന്റി എല്ലാം അറിഞ്ഞു കേട്ടാ. അദ്രക്കുട്ടി ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇജോ കുട്ടനും വന്ന് പറഞ്ഞു. ഇജോ കുട്ടനും പറഞ്ഞു. ഞാൻ കേട്ടോ. റിമിയാന്റീനെ ഇഷ്ടല്ല, എന്നെയാണ് ഇഷ്ടം. ഫ്ലോറ് പോയി പറഞ്ഞു. റിമിയാന്റെ കണ്ടിട്ട് പറഞ്ഞു എനിക്ക് റിമിയെ ഇഷ്ടമാണ്. പിന്നെ പറഞ്ഞു ഓ അവള് ഇനി കുറച്ച് പ്രശ്നം ഉണ്ടാക്കി, എന്നാലും എനിക്ക് ഇഷ്ടമാന്ന് പറഞ്ഞു ഇവിടെ വന്ന് കവളിൽ പിടിച്ച് ഉമ്മ ഉമ്മയും കള്ളം പറയാണ്. അല്ല ജോക്കുട്ടൻ പറഞ്ഞേക്ക് ജഡ്ജസ് പറയുന്ന തിരെ കേക്കണ്ട. ഭദ്രക്കുട്ടി പറഞ്ഞ എന്താണെന്നറിയോ, ഇജോ കുട്ടിന് ആരോടാ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു എന്നോടാണ്. ഭദ്ര റിമിയായിട്ട് ഇപ്പം ഡെയിലി ഫോൺ ചെയ്യുന്നുണ്ട്. എനിക്കറിഞ്ഞോട് എന്താന്ന്. വിളിച്ചില്ലേ? വിളിച്ചു. ഇന്നലെ രാത്രി 12 മണി വല്ലാണ്ട് കയറി പരിചയപ്പെടുവായിരുന്നു. ഇന്നലെ രാത്രി 12 മണിക്ക് വിളിച്ചില്ലേ? ഉറക്കിയിട്ടില്ല എന്നെ. ദയവ് ചെയ്ത് നമുക്ക് പാട്ടിലോട്ട് വേണ്ട തീരുമാനമാണ്. റിമിയെ കണ്ടു കഴിഞ്ഞാൽ ഇജോ കുട്ടിന് സ്നേഹം വരത്തില്ലേ? അത്ര സുന്ദരിയല്ലേ? വരത്തില്ലേ? എന്തോ സുന്ദരി നിങ്ങൾ ചേച്ചിക്ക് ആക്കുന്ന പോലെ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അങ്ങനെ പറഞ്ഞോ? ഇതേ സിജോ കൂട്ടൻ ഇപ്പോഴും കോളിൽ ഇരിക്കുകയാണ്. കോള് കാണിച്ച MG ഞങ്ങൾ ഇതൊന്ന് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ലച്ചുവിനെ വിളിച്ച് പറയാം ആ ഉമ്മ കൊടുത്തതും പിന്നെ എനിക്ക് ഞാൻ ലച്ചുവിനെ ഉപേക്ഷിക്കാം, എനിക്ക് റിമി ചേച്ചിയെ ഇഷ്ടം എന്ന് പറഞ്ഞതൊന്നും കണ്ടെങ്കിലും മനസ്സിലാക്കട്ടെ. വിശ്വാസമില്ല അവക്ക്. മക്കളെ ഞങ്ങൾക്ക് ആത്മാർത്ഥമായിട്ടൊരു സ്നേഹമുണ്ട് മോളെ. അപ്പൊ മോളെ ഒരു ചെക്കൻ കള്ളത്തിനെ പറഞ്ഞ് പറ്റിക്കുന്നത് ഞങ്ങള് നോക്കി അത്രേ ഉള്ളൂ. മോള് പറ്റിക്കപ്പെടരുത്, അത്രേ ഉള്ളൂ. പക്ഷെ സത്യമായിട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു വേറൊരാളുടെ ഗേൾഫ്രണ്ട് ആണെന്ന കാര്യം. എനിക്ക് അറിയില്ലായിരുന്നു. എന്താന്നറിയോ പറഞ്ഞ ജഡ്ജസ് എന്തെങ്കിലും പറയാണെങ്കിലേ അതൊക്കെ നീ ശരിക്കലാക്കി എടുക്കരുത്, കള്ളാക്കി എടുക്കണം. ഇത് തന്നെ ഇവൻ ഇവിടെ നിന്ന് ഇതേ കാര്യം അവൻ പറഞ്ഞു. അവിടെ നിന്നിട്ടാണ് റിമിയുടെ അടുത്ത് മുഖത്ത് നോക്കി പറയാ ഐ ലവ് യു. അതും പല ടോണില് ഐ ലവ് യു. നിങ്ങളെല്ലാരും കൂടെ അങ്ങനെ ചേട്ടൻ വേറെ മൂഡിലാണ്. ഇനി നമുക്ക് പാട്ടിലോട്ട്